ഒരിടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗ് വീണ്ടും മടങ്ങി വരുമ്പോൾ പരിക്കുകളുടെ ദുരിതപർവ്വം നീന്തിക്കടന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കടന്നു വരുന്നത്. അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കെവേ മത്സരമാണെങ്കിൽ പോലും അത്യാവശ്യം ആത്മവിശ്വാസവും പ്രതീക്ഷയൊക്കെ ഉണ്ട്. ഇന്ന് രാവിലെ 11:30 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചെന്നൈയിൻ എഫ്സിക്കെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് നമ്മുടെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ പ്രസ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കുകയാണ്. ആ ഒരു സംഭവത്തിനെ കുറിച്ച് ഞാൻ എന്തായാലും പോകും, അത് പോട്ടെ, അവിടെ നിൽക്കട്ടെ. പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു ശക്തി ദുർഗമായിരുന്ന ചില അധികം താരങ്ങൾ പരുക്കിൽ നിന്നും മുക്തരായി തിരിച്ചു വരുന്നുണ്ട്. ഒന്ന്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് തിരിച്ചു വരുന്നുണ്ട്. പിന്നെ റൈറ്റ് വിങ്ങിലെയും ലെഫ്റ്റ് വിങ്ങിലെയും പ്രതീക്ഷകളായിട്ടുള്ള ഇടത്തെ കവാടത്തിന്റെ പ്രതിരോധ കോട്ടയുടെ തലവനായിരുന്ന ഐബൻ ഡോലിങ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫർ ഫീസ് കൊടുത്ത് കൊണ്ടുവന്ന താരമാണ് ഐബൻ ഡോലിങ്. പിന്നെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് ഐബൻ ഡോലിങ് തിരിച്ചു വരുന്നു. റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് ആരാധകരുടെ വികാരത്തിനെ കയ്യിലെടുത്ത് വെച്ച് കളിക്കുന്ന നമ്മുടെ പ്രബീർ ദാസേട്ടനും തിരികെ വരുന്നുണ്ട്. അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ, അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. നാളെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരമുണ്ട്. ആ മത്സരത്തിലേക്ക് പ്രബീർ ദാസ്, സച്ചിൻ സുരേഷ്, ഐബൻ ഡോലിങ് ഈ 3 താരങ്ങളും തിരിച്ചു വരുന്നുണ്ട് എന്ന് വേണം കരുതാൻ. പക്ഷേ ഇവർ സ്ക്വാഡിലുണ്ടായിരിക്കുമോ, ആദ്യ 11-ൽ വരുമോ, അതൊന്നും അല്ല പറയുന്നത്. പരുക്ക് മുക്തരായി ഇവർ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയാൻ വന്നത്.